പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ലാസ്റ്റ് ക്ലാസ്സിൽ ആർ ഫാമിലി ആ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് യൂണിറ്റ്. എന്താണ്? യെസ്, സ്പെൻഡ് കെയർഫുള്ളി. ചാപ്റ്ററിന്റെ നെയിമാണ് സ്പെൻഡ് കെയർഫുള്ളി. സ്പെൻഡ് എന്താ സ്പെൻഡ് എന്ന് പറഞ്ഞാൽ? യെസ്, ചെലവഴിക്കുക. സ്പെൻഡ് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ കരുതലോടെ. കരുതലോടെ എന്ത് ചെയ്യുക? സ്പെൻഡ്, ചെലവഴിക്കുക. കരുതലോടെ ചെലവിടാം. അതാണ് ഫോർത്ത് യൂണിറ്റിന്റെ നെയിം, പേര്. ഈ ഒരു യൂണിറ്റിനകത്ത് ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഫാമിലിയെ പഠിച്ചു. ഫാമിലി, ആ ഫാമിലി എന്ന ആ ഭാഗത്ത് ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു യൂണിറ്റിൽ ഫാമിലിക്ക് ലഭിക്കുന്ന ഇൻകം, അതിന്റെ സോഴ്സസ് ഏതൊക്കെയാണ്, ആ ഒരു ഇൻകം എന്തിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഇൻകം. സോഴ്സസ് ഓഫ് ഇൻകം. ഇൻകം മീൻസ് വരുമാനം. ഇൻകം എന്ന് പറഞ്ഞാല് വരുമാനം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാല് ചെലവ്. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാല് ചെലവ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഈ ഒരു യൂണിറ്റിനകത്ത് മൊത്തമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചാണ്. ഏതൊക്കെയാ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, വരുമാനവും ചെലവും. ആരുടെ? യെസ്, ഒരു ഫാമിലിയുടെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സോഴ്സസ് ഓഫ് ഇൻകം. സോഴ്സസ് മീൻസ് യെസ്, സ്രോതസ്സുകൾ. ഓഫ് ഇൻകം, എന്തിന്റെ സ്രോതസ്സുകൾ? യെസ്, വരുമാനത്തിന്റെ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? സോഴ്സസ് ഓഫ് ഇൻകം. ഇൻകം ലഭിക്കുന്ന സോഴ്സസ് ഏതെല്ലാമാണ്? എല്ലാതും എന്ത് ബേസിലാണ്? ഫാമിലിയുടെ ബേസിലാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഫാമിലി ഗെറ്റ്സ് ഇൻകം ബൈ ഡൂയിങ് such different activities. എന്താ പറയുന്നത്? ഫാമിലിക്ക് ലഭിക്കുന്നു. ഫാമിലി ഗെറ്റ്സ് ഇൻകം ബൈ, എന്ത് ലഭിക്കുന്നു? ഇൻകം. ഫാമിലിക്ക് എന്ത് ലഭിക്കുന്നു? ഇൻകം ലഭിക്കുന്നു. ബൈ ഡൂയിങ് such different activities. ഡൂയിങ്, ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? such different activities, വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ ഒരു ഫാമിലിക്ക് എന്ത് ലഭിക്കുന്നു? വരുമാനം ലഭിക്കുന്നു. ഇത്രയുള്ള അർത്ഥം പറഞ്ഞത്രേ ഉള്ളൂ. ഒരു ഫാമിലിക്ക് എന്ത് ചെയ്യുന്നത്? വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു ഫാമിലിക്ക് എന്ത് ലഭിക്കുന്നത്? ഇൻകം ലഭിക്കുന്നത്. ഫാമിലി ഗെറ്റ്സ് ഇൻകം ബൈ ഡൂയിങ് such different activities. വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ ഒരു ഫാമിലിക്ക് ഇൻകം അഥവാ വരുമാനം ലഭിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, എംപ്ലോയ്മെന്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി that generate income. എന്താ പറഞ്ഞത്? എംപ്ലോയ്മെന്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. എംപ്ലോയ്മെന്റ് കേട്ടിട്ടില്ലേ? എന്താ എംപ്ലോയ്മെന്റ്? യെസ്, തൊഴിൽ. എംപ്ലോയ്മെന്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഒരു പ്രവർത്തനമാണ്. എക്കണോമിക് ആക്ടിവിറ്റി എന്ന സാമ്പത്തിക പ്രവർത്തനമാണ്. That generate income, അത് എന്തുണ്ടാക്കുന്നു? യെസ്, ഇൻകം, വരുമാനം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഏത്? എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ് അഥവാ തൊഴിലിലൂടെ എന്ത് ലഭിക്കുന്നു എന്നർത്ഥം? വരുമാനം ലഭിക്കുന്നു. ആർക്ക്? ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിന് ഇൻകം ലഭിക്കുന്ന ഒരു സ്രോതസ്സാണ് ഏത്? എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. തൊഴിലിലൂടെയാണ് ഏകദേശം എല്ലാ ആളുകൾക്കും എന്ത് ലഭിക്കുന്നത്? ഇൻകം ലഭിക്കുന്നത്. അത്രയുള്ള പറഞ്ഞുള്ളൂ. എംപ്ലോയ്മെന്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ് ഇൻകം. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. തൊഴിൽ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. അത് എന്തുണ്ടാക്കി എടുക്കുന്നു? വരുമാനം ഉണ്ടാക്കി എടുക്കുന്നു.
Next point, reward of employment. Reward of employment is earned either in the form of wage or salary. എന്താ പറയുന്നത്? റിവാർഡ്. എന്താ റിവാർഡ് എന്ന് പറഞ്ഞാല്? റിവാർഡ് ഓർത്തിരിക്കുക. റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം. റിവാർഡ് മീൻസ് പ്രതിഫലം. റിവാർഡ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്തിന്റെ പ്രതിഫലം? യെസ്, എംപ്ലോയ്മെന്റിന്റെ അഥവാ തൊഴിലിന്റെ പ്രതിഫലമാണ്, റിവാർഡാണ്. ഏതെല്ലാം രീതിയില്? ഈസ് earned either in the form of wage or salary. Wage or salary. തൊഴിൽ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് രണ്ടു പേരിൽ അറിയപ്പെടുന്നത്. ഒന്ന് വേജ്. വേജ് മീൻസ് വേതനം. വേജ് എന്നാല് വേതനം, കൂലി. ആൻഡ് ഓർ സാലറി. സാലറി മീൻസ് ശമ്പളം. എന്താ തമ്മിലുള്ള വ്യത്യാസം? വേജും സാലറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യെസ്, സാലറി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഗവൺമെന്റ് സർവീസിനൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം, മാസത്തിൽ ശമ്പളമായിരിക്കും. അതേസമയം വേജ് എന്ന് പറഞ്ഞാല് കൂലിപ്പണിക്ക് പോകുന്നവരല്ലെങ്കിൽ ആ രീതിയിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ശമ്പളമാവോ കിട്ടുക? അങ്ങനെ ആവണമെന്നില്ല. ഓരോ ദിവസവും അതിനനുസരിച്ച് തൊഴിലെടുക്കുന്നതിനനുസരിച്ചുള്ള ഇത് ലഭിക്കും, കൂലി ലഭിക്കും. അതാണ് ഏത്? വേജ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞത് അത്രയേ ഉള്ളൂ. ഇത് റിവാർഡ് ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് either in the form of wage or salary. തൊഴിലിന് ലഭിക്കുന്ന പ്രതിഫലമാണ് സാലറിയും വേജും എന്ന് പറയുന്നത്. അഥവാ ശമ്പളവും അതുപോലെ തന്നെ കൂലിയും അല്ലെങ്കിൽ വേതനവും. And families earn income from different sources. Families earn income from different sources. ഓരോ ഫാമിലിയും വ്യത്യസ്ത തരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്നായിരിക്കും എന്ത് നേടിയെടുക്കുക? ഇൻകം നേടിയെടുക്കുന്നത്. ഇൻകം ഏതൊരു ഫാമിലിക്കും ഇൻകം വേണം, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു ഇൻകം, കാരണം എന്തുണ്ട്, അത്രയും എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്, ഓരോ ഫാമിലിക്ക് വരുന്നുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത് ഇൻകം ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ഫാമിലി, കുടുംബം വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ് എന്ത് നേടിയെടുക്കുന്നത്? ഇൻകം നേടിയെടുക്കുന്നത്. അവ ഏതൊക്കെയാണ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് സോഴ്സസ് ഓഫ് ഇൻകം? നിങ്ങളുടെ ഹെഡിങ് കൊടുക്കുന്നതായിരുന്നു സോഴ്സസ് ഓഫ് ഇൻകം. ഇൻകത്തിന്റെ സ്രോതസ്സുകൾ. സ്രോതസ്സുകൾ അവ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഗവൺമെന്റ് സർവീസ്. ഒന്നാമത് ഗവൺമെന്റ് സർവീസ്, ഗവൺമെന്റ് ജോലികൾ, അതിൽ ലഭിക്കുന്ന റിവാർഡ്സ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ജോലികളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഇൻകം ഉണ്ടാക്കിയെടുക്കുന്ന വ്യത്യസ്ത ജോലികളാണ് ഇവിടെ പറയുന്നത്. ഈ ഭാഗത്ത് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള റിവാർഡ്സ് ആണ് ഇവിടെ പറയുന്നത്, ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് സർവീസിന് ലഭിക്കുന്ന റിവാർഡ്സ് ആണ് ഏത്? സാലറി. നേരത്തെ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് സർവീസിന് ലഭിക്കുന്ന റിവാർഡ്സ് ആണ് സാലറി എന്ന് പറയുന്നത്. ശമ്പളം. ശമ്പളം. പിന്നെ നെക്സ്റ്റ് വൺ ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് എന്ത് ലഭിക്കുന്നുണ്ട്? ഇൻകം ലഭിക്കുന്നുണ്ട്. ആ ബിസിനസ്സിന് ലഭിക്കുന്ന റിവാർഡാണ് ഏത്? പ്രോഫിറ്റ്. എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? യെസ്, ലാഭം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് നേടിയെടുക്കുന്നു കരുതുന്നുണ്ട് നമ്മള്? യെസ്, പ്രോഫിറ്റ് നേടും എന്ന് കരുതുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ്സിൽ ലഭിക്കുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റെന്റിംഗ് ഔട്ട്. റെന്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞാല് ഈ കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുക, അതിനെയാണ് റെന്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഏത്? ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ പലതരത്തിലുള്ള കടകളുണ്ട്. ആ കടകളൊക്കെ ആ കടക്കാർക്ക് തന്നെ ആവണമെന്നുണ്ടോ? അതാവണമെന്നില്ല. കെട്ടിടങ്ങൾ വേറെ ഒരാളുണ്ടാക്കും, എന്നിട്ട് അതിന്റെ വാടകയ്ക്ക് കൊടുക്കും. അപ്പൊ എന്ത് ലഭിക്കുന്നുണ്ട്? അതിന് റിവാർഡ് ലഭിക്കുന്നുണ്ട്, പണം ലഭിക്കുന്നുണ്ട്. അപ്പൊ പണം ലഭിക്കാനുള്ള ഇൻകത്തിന്റെ ഒരു സോഴ്സസ് ആണ് എന്ത്? റെന്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. കെട്ടിടം എന്ത് ചെയ്യുക? വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റെന്റിംഗ് ഔട്ട്, നമ്മൾ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന റിവാർഡാണ് ഏത്? റെന്റ് എന്ന് പറയുന്നത്. റെന്റ്, വാടക കിട്ടും.
കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? റെന്റ് കിട്ടും. റെന്റ് പറഞ്ഞാല് വാടക. നെക്സ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്കിൽ എന്ത് നിക്ഷേപിക്കുക? പണം നിക്ഷേപിക്കുന്നതിലൂടെ. ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ നിക്ഷേപിക്കുക. പണം നിക്ഷേപിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? യെസ്, ഇൻട്രസ്റ്റ് ലഭിക്കും. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് പലിശ. പണം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതും എന്താണ്? ഒരു സോഴ്സസ് ഓഫ് ഇൻകത്തിൽ ഉൾപ്പെടുത്താം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ, പലിശ ലഭിക്കും. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ വർക്ക്. കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവര്, ആ ജോലിയാണിത് കൺസ്ട്രക്ഷൻ വർക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, കൺസ്ട്രക്ഷൻ വർക്ക്. അതിന് ലഭിക്കുന്ന റിവാർഡാണ് ഏത്? വേജ് എന്ന് പറയുന്നത്. വേജ്. വേജ് മീൻസ് നേരത്തെ പറഞ്ഞു എന്താണ്? യെസ്, വേതനം. വേജ്, വേതനം. എന്തിനാ വേതനം ലഭിക്കുന്നത്? ഏതിന്റെ റിവാർഡാണ് ഏത് വേജ് എന്ന് പറയുന്നത്? യെസ്, കൺസ്ട്രക്ഷൻ വർക്കിന് ലഭിക്കുന്ന വ്യത്യസ്ത നിർമ്മാണ പ്രവർത്തനങ്ങളെ, അത് ഇന്നതൊന്നുമില്ല, ഫാക്ടറിയോ വീടോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുന്ന റിവാർഡാണ് വേജ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, മഹിളാ പ്രധാൻ ഏജന്റ്. മഹിളാ പ്രധാൻ ഏജന്റ് അങ്ങനെ പറഞ്ഞാൽ വിവിധ ഏജന്റുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ നാട്ടിലോ അടുത്ത സ്ഥലങ്ങളിലോ ഒക്കെ ഉണ്ടായിരിക്കും. ഇതിന്റെ ഒന്നല്ല, ഏതിന്റെ ഏജന്റായി പ്രവർത്തിച്ചാലും അവർക്ക് ലഭിക്കുന്ന റിവാർഡാണ് എന്ത്? കമ്മീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടില്ലേ? അത് ഇത്ര ഉദ്ദേശം. ഇനിയിപ്പം അതായത് വാഹനങ്ങള്, നിങ്ങളോട് വാഹനങ്ങള് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചില ആളുകള്, അതിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളുകള്. അവർക്ക് എന്ത് ലഭിക്കാൻ വേണ്ടി? നിങ്ങൾ വാഹനം എടുക്കുന്നതിലൂടെ അവർക്ക് എന്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്? കമ്മീഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ LICയോ ആ രീതിയിലുള്ള ഏത് അങ്ങനെയുള്ള ഏതിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയാണെങ്കിലും അവർക്ക് ലഭിക്കുന്നത് എന്താണ്? കമ്മീഷൻ ആയിരിക്കും. അതാണ് റിവാർഡ്സ്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, സോഴ്സസ് ഓഫ് ഇൻകം. സോഴ്സസ് ഓഫ് ഇൻകം അഥവാ ഒരു ഫാമിലിക്ക് എവിടെ നിന്നെല്ലാമാണ് എന്ത് ലഭിക്കുന്നത്? ഇൻകം ലഭിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആവാം. ഇത് മാത്രമല്ല, ഇനിയും വേറെയും വരാം, എക്സെട്രാ ഇനിയും വരാം. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ഇൻകം ലഭിക്കുന്നതും ഈ രീതിയിലുള്ള ഏതെങ്കിലും മാർഗങ്ങളിൽ നിന്നായിരിക്കാം. അത് നിങ്ങൾ കണ്ടെത്തണം. അതിന് ചോദ്യമുണ്ട്. എവിടെ? ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ചോദ്യമുണ്ട്. ഏതാണ് ചോദ്യം? 41, പേജ് നമ്പർ 41 പറയുന്നത്, വാട്ട് ആർ ദ ഇൻകം ജനറേറ്റിംഗ് സോഴ്സസ് ഓഫ് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലി എവിടെ നിന്നെല്ലാമാണ് എന്ത് ലഭിക്കുന്നത്? ഇൻകം ലഭിക്കുന്നത്. അത് പോയിന്റ് ആക്കി എഴുതാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതുമല്ലോ. ഒരു ഫാമിലിയുടെ ഇൻകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അഥവാ സോഴ്സസ് ഓഫ് ഇൻകം മനസ്സിലാക്കി. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഏതും എക്സ്പെൻസസ് ഓഫ് ഫാമിലി. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? യെസ്, എക്സ്പെൻസസ് ഓഫ് ഫാമിലി. എക്സ്പെൻസസ് എന്താ? എക്സ്പെൻസസ് പറഞ്ഞാൽ യെസ്, ചെലവ്. ആരുടെ? എക്സ്പെൻസസ് ഓഫ് ഫാമിലി. ഫാമിലിയുടെ ചെലവുകൾ ഏതെല്ലാമാണ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവയിൽ പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. ഇതല്ല, ഇതിനേക്കാൾ കൂടുതലുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അവ ഫസ്റ്റ് വൺ, ഫുഡ്. എന്താ ഫുഡ്? യെസ്, ഭക്ഷണം വേണ്ടേ? ഭക്ഷണം വേണം. ആ ഭക്ഷണത്തിന് എന്തുണ്ട്? ചെലവുണ്ട്, പണം മുടക്കണം. ഫോർ ട്രീറ്റ്മെന്റ്. എന്താ ട്രീറ്റ്മെന്റ് പറഞ്ഞാല്? ചികിത്സ. എന്തെങ്കിലും ഡിസീസസ് വന്നാല് അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചാല് എന്ത് വേണം? ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിനെന്ത് വേണം? ഇൻകം വേണം. ആ ഇൻകം എന്ത് ചെയ്യണം? എക്സ്പെൻസ് ചെയ്യണം. അതൊരു ചെലവാണ്. ട്രീറ്റ്മെന്റ്. ലോൺ റീപേയ്മെന്റ്. എന്താണ്? ലോണ് അടവുള്ളവർക്ക് അതൊരു ചെലവാണ്. ലോൺ എടുക്കുന്നവർക്ക് അത് അടക്കേണ്ടി വരും, അതൊരു ചെലവാണ്. ലോൺ റീപേയ്മെന്റ്. പർച്ചേസ് ഓഫ് ക്ലോത്തിങ്. ക്ലോത്ത്. എന്താ ക്ലോത്ത്? യെസ്, എന്താണ്? വസ്ത്രം. വസ്ത്രം നമുക്ക് വാങ്ങണം. അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് വേണം. യെസ്, ഇൻകം വേണം. ഇൻകം എന്ത് ചെയ്യണം? എക്സ്പെൻസ് ചെയ്യണം, ചെലവഴിക്കണം. അതൊരു ചെലവാണ്, എക്സ്പെൻസ് ആണ്. ട്രാവൽ. എന്താ ട്രാവൽ ചെയ്യാ? യാത്ര പോവുക. യാത്ര പോവാറുണ്ട് നിങ്ങള്? യാത്ര പോകണമെങ്കിലേ
അതൊരു യാത്ര പോകണമെങ്കിൽ ഇൻകം വേണം. ആ ഇൻകം ചെലവഴിക്കപ്പെടണം. അഥവാ അതൊരു എക്സ്പെൻസ് ആണ്. ഏത്? യെസ്, ട്രാവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇലക്ട്രിസിറ്റി ബിൽ. എന്തുണ്ട്? വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് വരാറുണ്ട്, അതൊരു ചെലവാണ്. ഇനി എക്സെട്ര ഒരുപാട് ചെലവുകൾ ഇനിയുമുണ്ട്. ഓരോ ഫാമിലിയിലും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും? എക്സ്പെൻസസുകൾ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ ബുക്കിനകത്ത് എങ്ങനെ പറയുന്നത്? ഇവിടെ കണ്ടോ, ഒരു ട്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്താ പറയുന്നത്? എന്താണ്? എക്സ്പെൻസസ്. ഡൈവേഴ്സ് എക്സ്പെൻസസ് അഥവാ ഡിഫറെന്റ് എക്സ്പെൻസസ് ആണ് ഇതിനകത്ത് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ എക്സ്പെൻസുകളെ, ഈ ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. സെക്കൻഡ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. ഫസ്റ്റ് വൺ, എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. സെക്കൻഡ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. എന്താണ് പറഞ്ഞാൽ? എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ്. അങ്ങനെയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് പറഞ്ഞാല് യെസ്, അപ്രതീക്ഷിതമായിട്ടുള്ള, പ്രതീക്ഷിക്കാത്ത, അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളാണ് ഇത് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, ഇത് കൂടുതൽ മനസ്സിലാവും. എക്സ്പെക്റ്റഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകൾ ഏതൊക്കെയാ? യെസ്, ഫുഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫുഡ് എന്നും വേണ്ടതാണ്, നമ്മൾ കഴിക്കേണ്ടതാണ്. ഫുഡ്, ക്ലോത്ത്, വസ്ത്രം വേണം. ലോൺ റീപേയ്മെന്റ്, ലോൺ ഉണ്ടെങ്കിൽ അത് അടക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതേസമയം പ്രതീക്ഷിക്കാത്തത് ഡിസീസസ് എന്നാൽ രോഗങ്ങൾ. രോഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നല്ലൊരു സംഖ്യ മുടക്കേണ്ടതായിട്ട് വരും. ഡിസീസ് ഉണ്ടെങ്കിൽ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ, രോഗങ്ങൾ പ്രതീക്ഷിക്കുന്നതാണോ? ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല, അപ്രതീക്ഷിതമായി കടന്നു വരുന്നവയാണ് അത് ഡിസീസസ്. ആക്സിഡന്റ്, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ആക്സിഡന്റുകൾ, അതിന് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും. ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ്, എന്താണ്? പ്രകൃതി ദുരന്തങ്ങള്, വല്ല വെള്ളപ്പൊക്കം കാരണങ്ങളായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിന് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഏതിൽ വരും? യെസ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസിൽ വരും. അപ്പൊ അത്രയേ ഉള്ളൂ. എക്സ്പെൻസിനെ ഡിവൈഡ് ഇൻടു ടു. ഫസ്റ്റ് വൺ, യെസ്, എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. സെക്കൻഡ് വൺ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ വരുന്നവയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ നമ്മളൊന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സോഴ്സസ് ഓഫ് ഇൻകം, സെക്കൻഡ് വൺ എക്സ്പെൻസസ് ഓഫ് ഫാമിലി. ഇനി വിക്ടേഴ്സ് ക്ലാസ്സില്, കൈറ്റ് ക്ലാസ്സില് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ.